അതിയായ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ നിന്ന് നിങ്ങളുടെ മുഖത്തേക്ക് കണ്ണു വായിക്കുമ്പോൾ എല്ലാവരുടെ മുഖത്തും ഒരു സന്തോഷത്തിൻ്റെ ഒരു താളം കണ്ടെത്താൻ പ്രിയപ്പെട്ടവരെ എനിക്ക് സാധിക്കുന്നുണ്ട്. പെരുന്നാൾ എന്ന് പറഞ്ഞാൽ അത് സന്തോഷത്തിൻ്റെതാണ്. നമ്മുടെ മനസ്സിൽ എന്തൊക്കെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും പെരുന്നാൾ എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഇസ്ലാമിൻ്റെ പരിധികൾക്കുള്ളിൽ നിന്ന് ആഘോഷിക്കുവാനും ആനന്ദിക്കുവാനുമുള്ളതാണ്. ഇതൊരു ഇബാദത്തായ നമ്മൾ തെക്കുബീർ ധ്വനികൾ മുഴക്കിക്കൊണ്ടിരുന്നു. ഇനി വരുന്ന ദിവസങ്ങളിലും ആ തെക്കുബീർ ധ്വനികൾ നമ്മുടെ നാവിലുണ്ടാകും. അത് എത്രയെത്ര നന്മകളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് പകർന്നു തരുന്നത്. എല്ലാവർക്കും എല്ലാ നിലക്കുമുള്ള പെരുന്നാൾ ആശംസകൾ കൈമാറുകയാണ്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കൽ വളരെ മഹത്തരമായ ദിവസമായിട്ടാണ് പെരുന്നാളിൻ്റെ ദിവസത്തെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ലോകങ്ങൾ മുഴുവൻ എവിടെയാണോ ദുൽഹിജ്ജ 10 ഉള്ളത് അവിടെയെല്ലാം യൗമുൻ നഹറിന്റെ ദിവസം ഒരു കുടുംബത്തെയും ഒരു പ്രവാചകനെയും പരാമർശിച്ചുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെയും അവിടുത്തെ കുടുംബത്തെയും ഓർത്തെടുത്തുകൊണ്ട് ഈ പെരുന്നാളിന്റെ ദിവസങ്ങളിൽ സന്തോഷം പങ്കിടുന്നവരെ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ആലോചിച്ച് നോക്കേണ്ട ഒരു വസ്തുത, നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും പറഞ്ഞത്, വിശുദ്ധ ഖുർആൻ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അനിത്തബിഅ മില്ലത ഇബ്രാഹീമ ഹനീഫാ. പ്രവാചകരെ നേർവഴിയിൽ ശക്തമായി നിലകൊള്ളുന്ന ഇബ്രാഹീമിന്റെ മാർഗത്തെ പിന്തുടരണം കേട്ടോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും പറഞ്ഞത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പാത പിന്തുടരാനാണ്. നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടുന്ന ചോദ്യം, എന്തുകൊണ്ട് എല്ലാ വർഷവും ഇങ്ങനെ ഓർത്തെടുക്കാൻ അല്ലെങ്കിൽ ബലിയെറുക്കാൻ എന്തു പ്രത്യേകതയാണ് ഈ പ്രവാചകനും ഈ പ്രവാചകന്റെ കുടുംബത്തിനുമുള്ളത്? നമ്മൾ നമസ്കാരത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ പരാമർശിക്കാതെ നമുക്ക് നമസ്കാരം അവസാനിപ്പിക്കാൻ കഴിയില്ല. കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം എന്ന് പറയാതെ ഒരു നമസ്കാരം നിർവഹിക്കാൻ എങ്ങനെ വിശ്വസിക്കുക കഴിയും? ഇന്നത്തെ ദിവസം നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് സമയം മുതൽ ആലോചിച്ചു, മിനിമം ഏറ്റവും 2 തവണയെങ്കിലും ഇബ്രാഹിം സ്വലാത്ത് നമ്മൾ ചൊല്ലിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രത്യേകത ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കുടുംബത്തിനുണ്ടായിന്ന്? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ ഓർത്തെടുക്കുന്ന ഈ ദിവസത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്തെന്നറിയോ? അഅ്ലമു അയ്യാമിൻ ഇൻദല്ലാഹ്. അല്ലാഹുവിന്റെ അടുക്കലുള്ള മഹത്തായ ദിവസം എന്ത്? ഇന്നത്തെ ദിവസത്തെ യൗമുൻ നഹറിനെ ദുൽഹിജ്ജ 10 പരിചയപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം സൂറത്തുൽ മുംതഹിനയിലുണ്ട്. എന്താണ് വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നത്? ഖദ് കാനത് ലകും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹീമ വല്ലദീന മഅഹു. നിങ്ങൾക്ക് ഉത്തമമായ മാതൃക അദ്ദേഹത്തിലും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരിലുമുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയിലും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കൂടെയുള്ളവരിലും നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ കുടുംബത്തിന്റെ ജീവിതമാണ് യഥാർത്ഥത്തിൽ ഈദിന്റെ സന്ദേശമെന്ന് പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഒരു മകൻ എന്നുള്ള നിലയിൽ, ഒരു വാപ്പ എന്നുള്ള നിലയിൽ, ഒരു പ്രബോധകൻ എന്നുള്ള നിലയിൽ, ഭർത്താവ് എന്ന നിലയിൽ, ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു മകൻ എന്ന നിലയിൽ, ഹാജർ ഉമ്മ ഒരു ഉമ്മ എന്ന നിലയിൽ, ഒരു ഭാര്യ എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിൽ ചെലുത്തേണ്ടുന്ന, നമ്മുടെ കുടുംബത്തിൽ ചെലുത്തേണ്ടുന്ന ചില പാഠങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. അതാണ് യഥാർത്ഥത്തിൽ ഈദിന്റെ സന്ദേശമെന്ന് പറയുന്നത്. നമ്മൾ ആലോചിച്ചു നോക്കൂ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എന്ന മകൻ നുബുവത്ത് കിട്ടി. നേരെ ചെന്നത് എങ്ങോട്ടാണെന്നറിയോ? വാപ്പയുടെ അടുത്തേക്ക്. വാപ്പയുടെ ജോലി എന്താ? ആ നാട്ടിലെ വിഗ്രഹാരാധനക്ക് കൂട്ടുനിന്ന് ബിംബങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന ആസറിന്റെ അടുക്കൽ ചെന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തൗഹീദ് പറഞ്ഞു കൊടുക്കുന്നത് വാചകങ്ങൾ എടുത്ത് വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഉദ്ധരിക്കുന്നുണ്ട്. ഇത് ഖാലലി അബീഹി, വാപ്പയോട് പറഞ്ഞ സന്ദർഭമുണ്ട്. യാ അബതി ലിമ തഅബുദ്, വാപ്പ നിങ്ങൾ എന്തിനെയാണ് ഈ ആരാധിക്കുന്നത്? മാലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. ഒന്നും കേൾക്കാൻ കഴിയാത്ത, ഒന്നും സംസാരിക്കാൻ കഴിയാത്ത, കാണാൻ കഴിയാത്ത, അങ്ങേക്കൊരു ഉപകാരവും ചെയ്യാൻ കഴിയാത്ത,
ഈ വിഗ്രഹങ്ങളോടാണോ വാപ്പ അങ്ങ് പ്രാർത്ഥിക്കുന്നത്? വാപ്പയോട് പൊന്നു പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സംസാരിക്കുന്നുണ്ട്. വാപ്പയുടെ മറുപടി എന്തെന്നറിയോ? ഇബ്രാഹിമേ, നീ എന്റെ വിഗ്രഹങ്ങളെ ധിക്കരിക്കുകയാണോ, തള്ളുകയാണോ, വേണ്ടെന്ന് വെക്കുകയാണോ? നീ ഈ ഉദ്യമത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ കല്ലെറിഞ്ഞാട്ടി ഓടിക്കും ഇബ്രാഹിമേ. എന്നെ വിട്ടുപോയിക്കോ, കുറച്ചു കാലത്തേക്ക് എന്റെ വീട്ടിൽ നിൽക്കണ്ട, നിന്നെ ഞാൻ കല്ലെറിഞ്ഞാട്ടി ഓടിക്കും ഈ വീട്ടിൽ നിന്ന്. വാപ്പയുടെ മറുപടി ഇതാ കിട്ടിയത്. അവിടെ ഇബ്രാഹിം എന്ന മകൻ വാപ്പയോട് തിരിച്ചു പറയുന്നത് വിശുദ്ധ ഖുർആൻ പറയാണ്, ഖാല സലാമുൻ അലൈക്, വാപ്പ അങ്ങേക്ക് എല്ലാ നിലക്കും സലാം. സഅസ്തഗ്ഫിറു ലക റബ്ബി, എന്റെ റബ്ബിനോട്, എന്റെ അല്ലാഹുവിനോട് അങ്ങേക്ക് വേണ്ടി ഞാൻ പാപമോചനം ചോദിക്കും കേട്ടോ. വീട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കും, കല്ലെറിഞ്ഞ് ആട്ടി ഓടിക്കും, എന്റെ കൂടെ നിൽക്കണ്ട എന്ന് പറഞ്ഞപ്പോഴും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സൗമ്യമായി സംസാരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് പാഠമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹുമായി വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ വീട്ടിലുള്ളവരോട് നന്മ പറഞ്ഞു കൊടുക്കുക എന്ന പാഠവും ഇതിൽ നിന്ന് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്തേണ്ടതുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ വളർന്ന് യുവാവായി ആ നാട്ടിലെ ബിംബാരാധകർക്കെതിരെ, വിഗ്രഹ പൂജകർക്കെതിരെ സംസാരിക്കുമ്പോ അവിടെ വിശുദ്ധ ഖുർആൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ പരിചയപ്പെടുത്തുന്നത് എല്ലാ കടമകളും നിറവേറ്റിയ ഇബ്രാഹിം എന്ന. മാത്രമല്ല, വിഗ്രഹാരാധകർക്കെതിരെ ശക്തമായൊരു നിലപാടെടുത്തപ്പോ വിശുദ്ധ ഖുർആൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ പരിചയപ്പെടുത്തിയത് സമിഅനാ ഫതൻ യദ്കുറുഹും യുഖാലു ലഹു ഇബ്രാഹിം. ഫതൻ എന്ന പ്രയോഗമാണ്, യുവാവ് എന്ന പ്രയോഗമാണ്. യുവാവായിരിക്കെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി പണിയെടുത്തു എന്നാണ്, ആദർശ പോരാളിയായി എന്നാണ്. ഈ സംസാരം കേൾക്കുന്ന യുവാക്കളായ നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത്, എന്റെ ഇത്രയും കാലത്ത് ജീവിതത്തിനിടക്ക് ഞാൻ എന്തു ചെയ്തു? ദീനിനു വേണ്ടി ഞാൻ എന്തു ചെയ്തു? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം യുവാവായിരിക്കെ വിഗ്രഹാരാധകർക്കെതിരെ ആദർശ പ്രബോധനം നടത്തി ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ക്ഷണിച്ചപ്പോ യുവാവായ ഞാൻ എന്തു ചെയ്യുന്നു? എന്റെ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ജോലി ചെയ്യുമ്പോ തൗഹീദ് പറയാൻ മറന്നുപോയി ഞാൻ. പള്ളിയിൽ എന്റെ സാന്നിധ്യമില്ല, നാട്ടിലെ സംഘടനാ പ്രവർത്തനങ്ങളിൽ എനിക്ക് പങ്കാളിയാകാൻ കഴിയുന്നില്ല എന്ന ഉത്തരമാണോ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉള്ളിൽ വരുന്നത്? പാടില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പാത നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. യുവാവായിരിക്കെ തൗഹീദിന് വേണ്ടി ഇറങ്ങാൻ, ദഅ്വാ പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങാൻ, പള്ളിയിലുണ്ടാവാൻ, നോമ്പുകാരാവാൻ, നമസ്കാരത്തിന്റെ ആളുകളാവാൻ, സ്വതക്ക കൊടുക്കുന്നവരാകാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പള്ളി എന്ന് പറഞ്ഞാൽ പള്ളി നോക്കി നടത്തേണ്ടത് തലനിരച്ച റിട്ടയറായ കുറെ ആളുകളാണ് എന്നതല്ല. അവിടെ ഇബ്രാഹിം മില്ലത്ത് പാലിക്കുന്ന ISMന്റെ ചെറുപ്പക്കാർ വരണമെന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഈദിന്റെ സമയം ഈ സംസാരം കേൾക്കുമ്പോ സ്വന്തത്തോട് ചോദിക്കുക, എനിക്കെത്ര വയസ്സായി? പടച്ച റബ്ബിന്റെ ദുനിയാവിൽ തിരിച്ചറിവ് തുടങ്ങിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കിയിട്ട് എനിക്കെത്ര വയസ്സായി? 20 വയസ്സ്, 30 വയസ്സ് കഴിഞ്ഞു, 40 കഴിഞ്ഞു, 50 കഴിഞ്ഞു, 60 കഴിഞ്ഞു, 70 കഴിഞ്ഞു. പടച്ച റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ദീനിനു വേണ്ടി എന്തു ചെയ്തു? എന്റെ ഈ 60 വർഷത്തെ ജീവിതം കൊണ്ട്, 30 വർഷത്തെ ജീവിതം കൊണ്ട്, 20 വർഷത്തെ ജീവിതം കൊണ്ട് എന്റെ പരലോകത്തേക്ക് വേണ്ടി ഞാൻ എന്തു നേട്ടമുണ്ടാക്കി എന്ന ചോദ്യത്തിന് എന്തുത്തരമുണ്ട് പ്രിയപ്പെട്ടവരെ? എത്ര ആസ്തി ഉണ്ടെന്ന് ചോദിച്ചാൽ, എത്ര ഭൂസത്തുണ്ടെന്ന് ചോദിച്ചാൽ, എത്ര ബിസിനസ് സാമ്രാജ്യങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 50-ാം വയസ്സിൽ പറയാൻ മറുപടികൾ ഉണ്ടാവും. എത്ര വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ, സൂറത്തുകൾ മനഃപ്പാഠമുണ്ടെന്ന് ചോദിച്ചാൽ എന്തുത്തരം പറയാനുണ്ട് കൂട്ടരെ? ഒരു റമദാന് കഴിഞ്ഞ് അടുത്ത റമദാന് വരേക്കും എത്ര നോമ്പുകൾ എടുത്ത് സുന്നത്തി എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം പറയാൻ എത്ര ആളുകൾക്ക് കഴിയുന്നുണ്ട് കൂട്ടരെ? പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടുന്നതാ. ഇന്നും പാപക്കറയുമായാണ് ജീവിക്കുന്നതെങ്കിൽ എവിടെയോ എന്നോ ചെയ്തു വെച്ച പാപക്കറ പടച്ച റബ്ബിന്റെ മുന്നിൽ കരഞ്ഞു പറയാൻ ജീവിതത്തിൽ കിട്ടിയ റമദാനുകൾ മതിയായിട്ടില്ലെങ്കിൽ, ദുൽഹിജ്ജയിലെ ആദ്യത്തെ ദിവസങ്ങൾ മതിയായിട്ടില്ലെങ്കിൽ അവിടെയും ഇബ്രാഹിം മില്ലത്തിൽ പാഠമുണ്ട്. ഇന്ന ഇബ്രാഹീമ ലഹലീമുൻ അവ്വാഹും മുനീബ്. തൗബ ചെയ്യുന്നവനായിരുന്നു, പശ്ചാത്തപിച്ചു മടങ്ങുന്നവനായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുമ്പോൾ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്താൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ ഉത്തരവാദിത്വം ആദർശം സ്വീകരിക്കുക എന്നത് മാത്രമല്ല, നന്മകൾ ജീവിതത്തിൽ ചേർത്ത് നിർത്തുക എന്ന് മാത്രമല്ല, മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുക എന്ന ഉത്തരവാദിത്വം ഇല്ലേ പ്രിയപ്പെട്ടവരെ? നമ്മുടെ ജീവിതത്തിൽ നമ്മളത് നിർവഹിച്ചിട്ടുണ്ടോ? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കൂ. സമ്മാനങ്ങളുമായി മാത്രം കടന്നു ചെല്ലാൻ ആളുകൾ ധൈര്യപ്പെട്ടിരുന്ന,
നമ്രൂദിന്റെ കൊട്ടാരത്തിൽ ചെന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ ഒരാളെയും പേടിച്ചിട്ടുണ്ടായിരുന്നില്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. അവിടെ ചെന്ന് എന്റെ രക്ഷിതാവ് മരിപ്പിക്കുന്നവനും ജീവിപ്പിക്കുന്നവനുമാണെന്ന് പറയുമ്പോ നമ്രൂദ് ഒരു തന്ത്രം പ്രയോഗിക്കുന്നുണ്ട്. ആ നമ്രൂദിന്റെ തന്ത്രത്തിനെതിരെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സംസാരിച്ചത് ഇന്നല്ലാഹ യഅതി ബിശ്ശംസി മിനൽ മശ്രിഖി, എന്റെ റബ്ബദാ സൂര്യനെ കിഴക്ക് നിന്ന് ഉദിപ്പിക്കുന്നവനാണ്. ഫഅതി ബിഹാ മിനൽ മഗ്രിബി, നമ്രൂദേ നിനക്ക് കഴിയുമെങ്കിൽ അതിനെ പടിഞ്ഞാറ് നിന്നൊന്ന് ഉദിപ്പിക്കൂ. നമ്രൂദിന്റെ വായടച്ചു പോയി. പ്രബോധന പ്രവർത്തനങ്ങളിൽ പ്രിയപ്പെട്ടവരെ നാം സജീവമായി ഉണ്ടാവണം. ദഅ്വാ രംഗത്ത് എന്ന പാഠം ഇബ്രാഹിമി മില്ലത്ത് നമ്മോട് പറഞ്ഞു തരികയാണ്. നന്മ ജീവിതത്തിൽ ചേർത്തു നിർത്തുക എന്നതു മാത്രമല്ല, നന്മയിലേക്ക് ഒരാളെ കൂടി കൊണ്ടുവരിക, തിന്മ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നത് മാത്രമല്ല, മറ്റൊരാളോട് തിന്മയാണെന്ന് തുറന്നു പറയാനുള്ള ആർജവം പ്രിയപ്പെട്ടവരെ ഇബ്രാഹിമി ചരിത്രത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്തു നിർത്തേണ്ടതാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എന്ന പിതാവിനെ കുറിച്ച് പ്രിയപ്പെട്ടവരെ ചരിത്രം നമുക്കറിയാം. നമ്മൾ ആലോചിക്കണം. ഈ സംസാരം കേൾക്കുന്ന പിതാക്കന്മാർ ജീവിതവുമായി തട്ടിച്ചു നോക്കേണ്ടുന്ന ചരിത്രമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം. നീണ്ട കാത്തിരിപ്പ് ഒരു കുഞ്ഞിനു വേണ്ടി, നീണ്ട കാത്തിരിപ്പുകൾ ആലോചിച്ചു നോക്കണം. ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ 86 വയസ്സ് വരെ കാത്തിരുന്നു എന്ന്. നമ്മുടെ നാട്ടിലൊക്കെ വിവാഹം കഴിഞ്ഞ് 2 വർഷം 3 വർഷമായിട്ട് കുട്ടികളില്ലെങ്കിൽ അവർക്കൊരു ഫംഗ്ഷന് പോലും പുറത്തിറങ്ങാൻ കഴിയൂല. ആളുകളുടെ ചോദ്യശരങ്ങൾ പേടിച്ച് മാറി ഒളിച്ച് ജീവിക്കുന്നവരായി മാറുമ്പോ അവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ അനുഭവിച്ച പ്രയാസത്തെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. 86 വയസ്സ് വരെ ഒരു കുഞ്ഞിക്കാല് കാണാൻ പ്രാർത്ഥനകളുമായി കഴിഞ്ഞുകൂടാൻ. റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരു സന്താനത്തെ എനിക്ക് തരണേ. ആത്മാർത്ഥമായ പ്രാർത്ഥന. ആരോട്? പടച്ച റബ്ബിനോടാ പ്രാർത്ഥന. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അറിയാഞ്ഞിട്ടല്ല, സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം അറിയാഞ്ഞിട്ടല്ല, ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം അറിയാഞ്ഞിട്ടല്ല, ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം അറിയാഞ്ഞിട്ടല്ല. അവരോട് ആരോടും പ്രാർത്ഥിച്ചില്ല. തന്റെ ഭാര്യ മച്ചിയാണെന്നറിഞ്ഞിട്ടും പ്രസവിക്കാൻ കഴിയാത്തവളാണെന്നറിഞ്ഞിട്ടും പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായി കരങ്ങളുയർത്തുന്ന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയിൽ പാഠമുണ്ട്. നമ്മൾ ആലോചിച്ചു. വാപ്പ വീട്ടിൽ നാട്ടിൽ പുറത്താക്കി. നാട്ടുകാരെന്താ ചെയ്തെന്നറിയോ? തീക്കുണ്ടാരമുണ്ടാക്കി അതിലേക്ക് വലിച്ചെറിഞ്ഞു. വീട്ടുകാരുടെ സപ്പോർട്ടില്ല, നാട്ടുകാരുടെ സപ്പോർട്ടില്ല, നാട്ടിൽ കൂട്ടുകാരുമില്ല. ഈ സമയത്തൊരു മനുഷ്യന്റെ അത്താണി എന്ന് പറഞ്ഞാൽ വീട്ടിൽ വരുമ്പോ നമ്മുടെ മക്കളുടെ മുഖം കാണുമ്പോ എല്ലാ സങ്കടങ്ങളും മറക്കും. ബിസിനസ്സിലെ തിരക്കുകളും പ്രയാസങ്ങളും ഓഫീസിലെ തിരക്കുകളൊക്കെ മക്കളുടെ മുഖം കാണുമ്പോൾ മറക്കും നമ്മൾ. ഒരു മകന്റെ മുഖം കാണാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ഭാഗ്യം ലഭിച്ചത് അവിടുത്തെ അവസാന സമയത്തിലാണ്. അവസാനം ആ പിഞ്ചോമന പൈതലിനെ പടച്ച റബ്ബ് കൊടുത്തിട്ട് ചോര പൈതലിനെയും കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് എന്തെന്നറിയോ? ഈ ഹാജറിനെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെയും മക്കയിൽ കൊണ്ട് ചെന്നാക്കണം. എവിടുന്ന്? അന്ന് ഫിലസ്തീനിന്റെ പ്രദേശത്താണ്, ഷാം പ്രദേശത്താണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുള്ളത്. ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം ഏറ്റവും ചുരുങ്ങിയത് 1000കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി ഇന്നു കാണുന്ന മക്കയല്ല, മണൽക്കാടുകൾ മാത്രമുള്ള ഒരിറ്റ് വെള്ളമില്ലാത്ത പച്ചില പോലും കൂട്ടിനില്ലാത്ത മക്കയിൽ കൊണ്ടുചെന്ന് ചോര പൈതലിനെയും ഭാര്യയും തനിച്ചാക്കി തിരിച്ചു പോരാൻ പടച്ച റബ്ബ് പറയുമ്പോ അന്നേ വരെ പ്രാർത്ഥിച്ചു കുട്ടിയ പിഞ്ചോമന പൈതലിനെയും ഭാര്യയെയും മണൽക്കാട്ടിൽ തനിച്ചാക്കി തിരിച്ചു പോരുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മാനസികാവസ്ഥയെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. അള്ളാഹു ധിക്കരിച്ചിട്ടില്ല. ഈ മകൻ ഇങ്ങനെ വളർന്നു വലുതാകുന്നത് കാണാൻ വാപ്പ ഇടയ്ക്ക് ഇങ്ങനെ വരുന്നതാണ്. ആ മകൻ ഇങ്ങനെ വളർന്നു വലുതായപ്പോ എന്താ പറഞ്ഞു തരോ? പടച്ച റബ്ബ് ആ മകനെ ബലിയറുക്കണമെന്ന് ആലോചിച്ചു നോക്കൂ നമ്മൾ. യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ. പൊന്നുമോനെ, നിന്നെ ബലിയറുക്കണമെന്ന വാപ്പയ്ക്ക് ഇതാ സ്വപ്നത്തിലൂടെ നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്. മകനെ, നിനക്കെന്തു പറയാനുണ്ട്? ഒരു വാപ്പ ചോദിക്കണത്. അതിന്റെ ഒരു മാനസികാവസ്ഥ ആലോചിച്ചു. നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ വലിയ സ്നേഹത്തോടു കൂടി തീറ്റയൊക്കെ കൊടുത്ത് വളർത്തിയ ചില മൃഗങ്ങളൊക്കെ ഉണ്ടാവും. കോഴിയാവാം, ആടാവാം, എന്തുവാവാം. അതിനൊക്കെ നമ്മുടെ വീട്ടിലൊരു ഭക്ഷണത്തിന് വേണ്ടി അറുക്കുമ്പോഴേ അത് അറുക്കാൻ കത്തിങ്ങനെ വിറക്കും. അറുത്ത് കഴിഞ്ഞാൽ ചില ആളുകൾ എന്ത് ചെയ്യില്ലെന്നറിയാം, അതിന് ഭക്ഷണം ഒന്നും കഴിക്കൂല. അതൊരു പ്രയാസമാണ്.
അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവും. അവിടെയാണ് ആ പിഞ്ചോമന പൈതലിന് വേണ്ടി പതിറ്റാണ്ടുകൾ പ്രാർത്ഥിച്ചു കിട്ടിയ പിഞ്ചോമന പൈതലിന്റെ കഴുത്തിൽ കത്തിവെക്കണമെന്ന് പറയുമ്പോ എന്തിനാ റബ്ബേ എന്നൊരു ചോദ്യം ചോദിക്കാതെ ആ മകന്റെ അടുത്ത് വന്ന് പറഞ്ഞു കൊടുക്കുന്ന വാപ്പയെ കുറിച്ച് ആലോചിച്ചു നോക്കണം. വാപ്പമാരെ, നമുക്കതിൽ പാഠമുണ്ട്. എന്താ പാഠം എന്നറിയോ? അള്ളാഹു പറഞ്ഞാൽ അതിനാ ഒന്നാം സ്ഥാനം. ഭാര്യ എന്തു പറഞ്ഞു എന്നല്ല, മക്കൾ എന്തു പറഞ്ഞു എന്നതല്ല. ഇത് ഭാര്യയുടെ സംസാരം കേട്ടിട്ട് ഉമ്മയെ ധിക്കരിച്ച് വാപ്പയെ ധിക്കരിച്ച് വാടക വീട്ടിലേക്ക് ഫ്ലാറ്റിലേക്ക് താമസം മാറുന്ന ഭർത്താക്കന്മാർക്ക് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതം പാഠമാകണം. പടച്ച റബ്ബ് മണൽക്കാട്ടിൽ തനിച്ചാക്കണമെന്ന് പറഞ്ഞപ്പോ തനിച്ചാക്കി തിരിച്ചു പോരുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയിൽ ഭർത്താക്കന്മാർക്ക് പാഠമുണ്ട്. മകന്റെ കഴുത്തിൽ കത്തിവെക്കാൻ തയ്യാറാകുന്ന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയിൽ വാപ്പമാർക്ക് പാഠമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇനി ഇസ്മായിൽ എന്ന മകനെ കുറിച്ച് ആലോചിച്ചു നോക്കൂ. വാപ്പ ചോദിക്കാണ്, നിന്നെ ബലിയറുക്കാൻ എന്നോട് റബ്ബ് പറഞ്ഞു. ആ മകന്റെ മറുപടി വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പറയുന്നുണ്ട്, യാ അബതി ഫഅൽ മാ തുഅ്മർ. വബ്ബ, അങ്ങയോട് റബ്ബ് എന്തു കൽപ്പിച്ചോ അത് താങ്കൾ നിറവേറ്റിക്കൊള്ളുക. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ക്ഷമാലുക്കളുടെ കൂട്ടത്തിൽ വാപ്പ അങ്ങേക്ക് എന്നെ കാണാൻ കഴിഞ്ഞേക്കും. ഒരു മകന്റെ വർത്തമാനമാണത്. ആലോചിച്ച് നോക്കൂ. ആ മകൻ പറയുന്നുണ്ട് ഇങ്ങനെ കൊണ്ടുപോകുമ്പോ, വാപ്പ എന്നെ ചെരിച്ചു കിടത്തണം കേട്ടോ, എന്റെ മുഖത്തേക്ക് നോക്കരുത് കേട്ടോ, എന്റെ കഴുത്തിൽ കത്തിവെക്കുമ്പോ വാപ്പ അങ്ങ് വസ്ത്രം കയറ്റി ഉടുക്കണം കേട്ടോ, ആ വസ്ത്രത്തിലേക്ക് എന്റെ രക്തത്തുള്ളികൾ വന്നു പതിച്ചാൽ എന്റെ ഉമ്മക്കത് സഹിക്കില്ല എന്ന് പറയുന്ന ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമയിൽ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് പാഠമുണ്ട്. നമ്മുടെ മക്കള് ഫോണ് കിട്ടുന്നില്ല, മൊബൈൽ ഫോൺ കൊടുക്കുന്നില്ല, ടൂറ് പോകാൻ പൈസ കൊടുത്തിട്ടില്ല, വാപ്പയൊന്ന് ചീത്ത പറഞ്ഞു, അതേപോലെ തന്നെ അധ്യാപകർ ഒന്ന് രൂക്ഷമായി നോക്കി, ഇതിന്റെ പേരിൽ ഫാനിലും ജനൽ കമ്പികളിലും ഒരു മുഴം കയറിൽ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ ഇസ്മായിൽ എന്ന മകൻ പാഠമാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന് വേണ്ടി ജീവൻ ത്യജിക്കാനും തയ്യാറായി. ദുനിയാവിലൊരു വിഷയത്തിന് വേണ്ടിയിട്ടല്ല, അള്ളാഹു എന്തു കൽപ്പിച്ചോ അതിനു വേണ്ടി എന്റെ ജീവൻ കൊടുക്കാനും ഞാൻ റെഡിയാണെന്ന് പറയുന്ന ഇസ്മായിൽ എന്ന മക്കളിൽ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് പാഠമുണ്ട് എന്നാണ്. ഹാജർ എന്ന ഉമ്മയെ കുറിച്ച് ആലോചിച്ചു നോക്കൂ, ഹാജർ എന്ന ഭാര്യയെ കുറിച്ച് ആലോചിച്ചു നോക്കൂ. തന്നെയും ചോര പൈതലിനെയും ഒരിറ്റു വെള്ളമില്ലാത്ത ഒരു മണൽക്കാട്ടിൽ തനിച്ചാക്കി തിരിച്ചു പോകുമ്പോ തിരിഞ്ഞു നോക്കാതെ പോകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് ഹാജർ ഉമ്മ ചോദിക്കുന്നുണ്ട്, ആ അല്ലാഹ് അമറക യാ ഇബ്രാഹിം, ഇബ്രാഹിമെ അള്ളാഹു കൽപ്പിച്ചതാണോ ഞങ്ങളെ ഇവിടെ ഉപേക്ഷിച്ചു പോകണമെന്ന്? ഇത് ചോദിച്ചപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങനെ തിരിഞ്ഞു നോക്കി, എന്നിട്ട് പറഞ്ഞു, അതെ അള്ളാഹ് പറഞ്ഞതാണ് എന്ന് പറഞ്ഞപ്പോഴേ ഹാജർ ഉമ്മക്ക് സമാധാനമായി. അള്ളാഹു ഒരു പോംവഴി കാണിച്ചു തരും. ഒരു മനുഷ്യൻ അവിടെ ഇല്ല, ഒരിറ്റു വെള്ളമില്ല. ആ കുഞ്ഞ് വിശന്നു കരയുന്ന സമയത്ത് ഹാജർ ഉമ്മ സൊഫാ മറുവക്കിടയിൽ ഓടിയ ഒരു ഓട്ടം ഈ സംസാരം കേൾക്കുന്ന ഉമ്മമാർ ജീവിതത്തിൽ ഓടേണ്ടി വന്നിട്ടുണ്ടോ? പിഞ്ചോമന പൈതലിന്റെ ഒരു കരച്ചിൽ നമ്മുടെ മനസ്സിനെ വല്ലാതെ പ്രയാസപ്പെടുത്തുമ്പോ വെള്ളം കിട്ടാതെ കരയുന്ന ഇസ്മായിൽ എന്ന പിഞ്ചോമന പൈതലിനെ കുറിച്ച് പ്രിയപ്പെട്ട ഉമ്മമാരെ നമ്മൾ ആലോചിക്കണം. ഭർത്താവ് ഇങ്ങനെ ഉപേക്ഷിച്ചാണ് പോയത് അള്ളാന്റെ ഇഷ്ടത്തിനാണെന്ന് പറയുമ്പോഴേ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പോയപ്പോ അള്ളാഹ് കൽപ്പിച്ചിട്ടാണെന്ന് പറഞ്ഞപ്പോ അതിൽ സമാധാനം കണ്ടെത്തുന്ന ഹാജർ ഉമ്മയിൽ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമുക്ക് പാഠമുണ്ട് എന്നാണ്. അതേ ഹാജർ ഉമ്മയുടെ അടുത്തേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നത്. ഇസ്മായിലിനെ ബലിയെറുക്കാൻ അള്ളാഹ് കൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇസ്മായിലിനെ ബലിയെറുക്കണമെന്ന് പറഞ്ഞപ്പോ ആ ഉമ്മ തടഞ്ഞിട്ടില്ല. എന്തേ കാരണം? അത് കൽപ്പിച്ചത് അള്ളാഹുവാണ്. ബലിയെറുക്കാനാണ് എന്റെ മോനെ കൊണ്ടുപോകുന്നതെന്നറിഞ്ഞിട്ടും ഇനി എന്റെ മകന്റെ മുഖം ഒരു നോക്ക് കാണാൻ കഴിയില്ലെന്നറിഞ്ഞിട്ടും മകന് മുത്തം കൊടുത്തു പുത്തനുടുപ്പിട്ട് പറഞ്ഞയക്കുന്ന ഹാജർ ഉമ്മയിൽ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി എന്തും ത്യജിക്കാൻ തയ്യാറാകണമെന്ന് ഉമ്മമാരെ, നമുക്ക് ഓരോരുത്തർക്കും പാഠമുണ്ട്. നമ്മൾ എന്തു ത്യാഗമാ മക്കൾക്ക് വേണ്ടി സഹിച്ചത്, എന്തു ത്യാഗമാ മക്കൾക്ക് വേണ്ടി സഹിച്ചത്. മകളിങ്ങനെ പർദ്ദക്കിട്ട് ഇങ്ങനെ വരിക. അപ്പൊ കുടുംബക്കാരെന്തോ പറഞ്ഞു, കല്യാണത്തിന് പോയപ്പോ എന്തോ പറഞ്ഞു, മക്കളുടെ പർദ്ദയൂരിയത് ഉമ്മയുപ്പയാണ്. അത് വേണ്ടെന്ന് പറഞ്ഞത് അവരാണ്. ദീന് പഠിക്കാൻ ഖുർആന് പഠിക്കാൻ മകനെ ഒരു ഹിഫ്ള് സ്ഥാപനത്തിൽ കൊണ്ടുചെന്നാക്കിയപ്പോ നാട്ടിലെ കുടുംബത്തിലെ ഒരു ഫംഗ്ഷൻ അവന് ലീവ് കിട്ടിയില്ല. കൂടെയുള്ള ആളുകൾ ചോദിച്ചു, അല്ല ഖുർആൻ പഠിക്കാനൊക്കെ ആരെങ്കിലും പറഞ്ഞേക്കോ? ആ മകനെ തൊട്ട് പിറ്റേ ദിവസം ആ സ്ഥാപനത്തിൽ നിന്ന് കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് പഠിപ്പിക്കുന്നു. ഖുർആൻ പഠിക്കാനുള്ള അവസരം മുടക്കിയത് വാപ്പയാണ്.
എന്തു ത്യാഗമാണ് കൂട്ടരെ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ത്യജിച്ചിട്ടുള്ളത്. എന്തു ത്യാഗമാണെന്ന ചോദ്യത്തിന് പ്രിയപ്പെട്ടവരെ എന്തുത്തരമുണ്ട് നമ്മുടെ ഭാഗത്ത് പറയാൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്തു കൽപ്പന വന്നോ, റബ്ബിന്റെ കൽപ്പന വന്നോ, ആ കൽപ്പനയെ ശിരസ വഹിച്ചിരുന്നു എന്നാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, സ്നേഹനിധിയായ മകനെയും ഭാര്യയെയും മണൽക്കാട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചത് ഇന്ന് പലരും ഉപേക്ഷിക്കുന്നുണ്ടല്ലോ. കുളത്തിലും തോട്ടിലേക്ക് വലിച്ചെറിയുന്നു, കായലിലേക്ക് മക്കളെ വലിച്ചെറിയുന്നു, ഭാര്യയെ ഉപേക്ഷിക്കുന്നു, കായലിലേക്ക് തള്ളിയിടുന്നു, കൊലപ്പെടുത്തുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ മണൽക്കാട്ടിൽ കൊണ്ടുപോയി തിരിച്ചു പോന്നത് ചെലവിന് കൊടുക്കാനില്ലാഞ്ഞിട്ടല്ല, അവരോട് വെറുപ്പുണ്ടായിട്ടല്ല, അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടായിട്ടാണ്. വാത്സല്യം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ മകന്റെ കഴുത്തിൽ കത്തിവെക്കാൻ തയ്യാറായത് ആ മകനെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ആ മകനോടുള്ള വെറുപ്പ് കൊണ്ടല്ല, മറിച്ച് അല്ലാഹുവിന്റെ കൽപ്പന എന്റെ മകന്റെ ജീവനേക്കാൾ വലുതാ, എന്റെ ഭാര്യയുടെ ജീവനേക്കാൾ വലുതാ, എന്റെ ഉപ്പയോടൊത്ത് വീട്ടിൽ താമസിക്കുന്ന സന്തോഷത്തെക്കാൾ എനിക്ക് വലുത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപനമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ തക്ബീറിൽ നിന്ന് നമ്മൾ ഉച്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പ്രിയപ്പെട്ടവരെ, ഈ അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അതിൽ നിന്നൊരു അണുവിട തെറ്റാൻ കഴിയില്ല. പാർട്ട്ണറിലെ കച്ചവടത്തിലെ പാർട്ട്ണറിന്റെ തൃപ്തിക്ക് വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ വെള്ളം ചേർക്കാൻ കഴിയില്ല. കൂട്ടുകാർക്ക് വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ വെള്ളം ചേർക്കാൻ പാടില്ല. മക്കളെ പേടിച്ചുകൊണ്ടല്ലെങ്കിൽ മക്കളുടെ ഇഷ്ടത്തിന് വേണ്ടി ദീനിനെ പണയം വെക്കുന്നവരായി പ്രിയപ്പെട്ടവരെ നമ്മൾ മാറാൻ പാടില്ല എന്ന ചരിത്ര പാഠം കൂടി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതം നമുക്ക് പഠിപ്പിച്ചു തരാൻ. ഈ കുണ്ടാരമുണ്ടാക്കി വലിച്ചെറിയുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോഴും ആദർശത്തിൽ നിന്ന് മാറിയിട്ടില്ല. വീട്ടിൽ നിന്ന് ആട്ടി പുറത്താക്കും, കല്ലെറിഞ്ഞ് ആട്ടി ഓടിക്കുന്ന വാപ്പ പറഞ്ഞപ്പോഴും ആദർശത്തിൽ നിന്ന് മാറാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സാധിച്ചിട്ടില്ല. ആ തക്ബീറിന്റെ ധ്വനികളാണ് നമ്മൾ മുഴക്കിയത്. അള്ളാഹുവാണ് ഏറ്റവും വലുത്. അത് നാവിലുണ്ടായാൽ പോരാ, അത് നാവിലൂടെ ഹൃദയത്തിലേക്ക് ഇറങ്ങാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. ഈ പറഞ്ഞു വന്ന ഈ ഇബ്രാഹിമി കുടുംബമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബത്തിന്റെ മാതൃക. ഇന്ന് പലരും മാതൃകയായി കാണുന്നത് യൂട്യൂബിലും ഫേസ്ബുക്കിലും കാണുന്ന ഫാമിലി വ്ളോഗർമാരുടെ ജീവിതം കണ്ടിട്ട് എന്റെ ഭാര്യ ഇങ്ങനെയല്ലല്ലോ, എന്റെ ഭർത്താവ് ഇങ്ങനെയല്ലല്ലോ, എനിക്ക് ഇങ്ങനെയുള്ള വീടില്ലല്ലോ, എനിക്ക് ഇങ്ങനെയുള്ള വാഹനമില്ലല്ലോ, ഞങ്ങളുടെ വീട്ടിൽ സന്തോഷമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് പരിതപിക്കുന്ന ആളുകളുണ്ട്. അല്ല, ഒരു ഫാമിലി വ്ളോഗറുമല്ല നമ്മുടെ ജീവിതത്തെ തീരുമാനിക്കുന്നത്, നമ്മുടെ ജീവിതത്തെ നിർണയിക്കുന്നത് ഇസ്ലാമാണ്, ഇബ്രാഹിമി ആദർശമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നതാണ്. നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടാവും, വാപ്പമാരുടെ മനസ്സിൽ, എന്റെ മകൻ ഇസ്മായിലിനെ പോലെയായിരുന്നെങ്കിൽ, എനിക്ക് ഇസ്മായിലിനെ പോലെയുള്ള മകൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുമ്പോ പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കേണ്ടത്, ഇസ്മായിൽ എന്ന മകനെ കിട്ടണമെങ്കിൽ നമ്മൾ ഇബ്രാഹിമുകളാവണം, നമ്മൾ ഹാജർ ഉമ്മയെ പോലെയുള്ളവരാകണം. എങ്കിൽ മാത്രമേ ഇസ്മായിലിനെ പോലെയുള്ള മക്കളെ നമുക്ക് കിട്ടുകയുള്ളൂ എന്നൊരു ശ്രദ്ധ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. നാം ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. പരീക്ഷണങ്ങൾ ജീവിതത്തിലുണ്ടാവും. ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ ഹൃദയത്തിലും എന്തൊക്കെയോ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ നീറിപ്പുകഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രയാസപ്പെട്ടതിന്റെ 100% നമ്മൾ പ്രയാസപ്പെട്ടിട്ടില്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചതിന്റെ 100% പ്രിയപ്പെട്ടവരെ നമ്മൾ അനുഭവിച്ചിട്ടില്ല. ഇവിടെ ഇരിക്കുമ്പോൾ പോലും നമ്മൾ ആലോചിക്കുന്നത് എന്തറിയോ, എന്റെ വസ്ത്രത്തിന്റെ പകിട്ട് പോരാ, ഞാൻ എടുത്തിരിക്കുന്ന വസ്ത്രം ബ്രാൻഡ് പോരാ, ഞാൻ വിചാരിച്ച വസ്ത്രം കിട്ടിയില്ല, മറ്റൊരാളുടെ വസ്ത്രം കണ്ടില്ലേ എന്തൊരു ചന്തമാ, എനിക്ക് അത്ര നല്ല വസ്ത്രം കിട്ടിയില്ല എന്ന് ആലോചിക്കുന്നവരുണ്ട്. അവർ ചിന്തിക്കേണ്ടത് ഫിലസ്തീനിന്റെ മക്കളെയാണ്. നമ്മൾ സന്തോഷത്തോടു കൂടി മക്കളെ മടിയിൽ ചേർത്തിരുത്തി കൈപിടിച്ച് ബൈക്കിൽ മുന്നിൽ വെച്ച് കാറിൽ ചേർത്ത് വെച്ച് മക്കളുടെ കൈപിടിച്ച് ഇന്ന് ഈ പള്ളിയിലേക്ക് വന്നപ്പോ മക്കളുടെ ചേതനയറ്റ ശരീരത്തിന് കാവൽ നിൽക്കേണ്ടി വരുന്ന ഗസയിലെ ഉമ്മമാരും ഉപ്പമാരും ഉണ്ട്. നമ്മൾ എന്തേ അവരെ കാണാത്തത്? നമ്മുടെ നാട്ടില് തിക്കിലും തിരക്കിലും പെട്ട് 2 ദിവസങ്ങൾക്ക് മുമ്പ് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു. എന്തിന്റെ പേരില? ഒരു ക്രിക്കറ്റിന്റെ IPL മത്സരത്തിന്റെ ആഹ്ലാദ പ്രകടനത്തിന്റെ പേരില് ആളുകള് മരണപ്പെട്ടു, തിക്കിലും തിരക്കിലും പെട്ടിട്ട്. ലോകത്ത് തിക്കിലും തിരക്കിലും പെട്ട് മരണപ്പെടുന്നവർ ഫലസ്തീനികളുടെ കൂട്ടത്തിലുണ്ട്. എങ്ങനെയാണ് അവർ മരണപ്പെടുന്നതെന്നറിയോ? ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി UN-ന്റെ ഭക്ഷ്യ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് തിരക്കിക്കയറി. എന്തിന്? ഒരു നേരത്തെ ഭക്ഷണത്തിന്.
നമ്മുടെ നാടുകളിലെ മാളുകളിൽ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞാൽ പെരുന്നാൾ തലേന്ന് ടെക്സ്റ്റൈൽസുകളിൽ കാണാറാണ് തിരക്ക്. ഭക്ഷണത്തിന് വേണ്ടി തിരക്ക് കൂട്ടി ആ തിരക്കിനടിയിൽപ്പെട്ട് മരണപ്പെടുന്ന ഫിലസ്തീനികളെ കുറിച്ച് എന്തേ കൂട്ടരെ നമ്മൾ ആലോചിക്കാത്തത്? അവരെ മറന്നുകൊണ്ട് എന്ത് പെരുന്നാളാണ് നമുക്കുള്ളത്? നമ്മൾ എന്ത് മാംസം കഴിച്ചാലും എന്ത് ഭക്ഷണം കഴിച്ചാലും ഓരോ ഉരുളവായിലേക്കിടുമ്പോഴും ഫിലസ്തീനിലെ കരയുന്ന കുട്ടികളുടെ മുഖം പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തിലേക്ക് വരണം. നമ്മുടെ മക്കളെ കുറിച്ച് ആലോചിച്ചു നോക്കണം. നമുക്ക് കിട്ടിയ അനുഗ്രഹത്തെ കുറിച്ച് ആലോചിച്ചു നോക്കണം. ചൂടാണെന്ന് പരിതപിച്ചപ്പോൾ പടച്ച റബ്ബ് മഴ നൽകി. പടച്ച റബ്ബ് ഈ രൂപത്തിൽ കറങ്ങുന്ന ഫാനിന്റെ ചുവട്ടിൽ ശീതീകരിച്ച പടച്ച റബ്ബിന്റെ ഭവനത്തിലിരുന്ന് അള്ളാഹുവിനെ കുറിച്ച് കേൾക്കുവാനുള്ള തൗഫീക്ക് നൽകി. പക്ഷേ നമ്മുടെ പരാതി അനുഭവിച്ചിട്ടില്ല. നല്ല വസ്ത്രം ധരിച്ചു പള്ളിയിൽ വരാൻ കഴിഞ്ഞു. സന്തോഷത്തോടുകൂടി കൂട്ടുകാരുടെ കൂടെ പള്ളിയിലെത്താൻ കഴിഞ്ഞു. മക്കളെ ചേർത്ത് നിർത്താൻ കഴിഞ്ഞു. മക്കളുടെ വിദ്യാഭ്യാസത്തിൽ പ്രയാസമില്ല. അവർക്ക് ആഗ്രഹിച്ച സ്ഥലത്ത് നമുക്ക് അഡ്മിഷൻ കിട്ടി. പക്ഷെ നമ്മുടെ പരാതികൾ അവസാനിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, പരീക്ഷണങ്ങളിൽ പതറാതെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മില്ലത്തുണ്ടാവണം ജീവിതത്തിൽ. ഫിലിസ്തീനിലെ മക്കൾക്ക് വേണ്ടി, ലോകത്തിന്റെ മുക്കുമൂലകളിൽ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി ആത്മാർത്ഥമായ കരങ്ങളുയർത്താൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഈദിന്റെ സുദിനമെന്നാൽ അത് സ്വതക്കകൾ കൊടുക്കുവാനുള്ളതാണ്. സ്വതക്കകൾ കൊടുക്കാൻ പ്രത്യേകമായി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്ന് ഇത് നമ്മൾ തിരിച്ചു പോകുമ്പോ അവിടെ ISM-ന്റെ ഈലാഫിന്റെ ഈദ് സ്വതക്കയുടെ ബക്കറ്റുകളുണ്ട്. ISM-ന്റെ പ്രവർത്തകർ അവിടെയുണ്ട്. അതിലേക്ക് എന്റെ ഈദ് സ്വതക്കയുടെ ഒരു ഭാഗം ഞാൻ കൊടുക്കുമെന്ന് തീർച്ചയാക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ സംസാരങ്ങളിൽ സ്ത്രീകളുടെ ഭാഗത്തേക്ക് ചെന്ന് ചില സംസാരങ്ങളുണ്ട്. ചില സംസാരങ്ങൾ അവർക്ക് ചില ഉപദേശങ്ങൾ നൽകാറുണ്ട്. നമ്മുടെ ഭാര്യമാരെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവർ ഈ ഉപദേശം കേൾക്കും. നമ്മുടെ ഉമ്മ ഇവിടെ ഉണ്ടെങ്കിൽ അവരാ ഉപദേശം കേൾക്കും. മക്കളെ കൊണ്ടുവന്നിരുന്നുവെങ്കിൽ അവരാ ഉപദേശം കേൾക്കും. ഇല്ലെങ്കിൽ അവരോട് പോയി പറഞ്ഞു കൊടുക്കേണ്ടുന്ന ഉപദേശം എന്തെന്നറിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ സ്ത്രീകളുടെ അടുത്തേക്ക് ഇങ്ങനെ പോയി ആ കയ്യിൽ ഇങ്ങനെ ഒരു തുണി ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, സ്വതക്ക ചെയ്തോളി കേട്ടോ, സ്വതക്ക ചെയ്തോളൂ സ്ത്രീകളെ. ആ സമയത്ത് അവർ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാ പ്രവാചകരെ ഞങ്ങൾ നരകത്തിൽ ഉൾപ്പെടുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നരകം കണ്ടപ്പോൾ അതിലേറ്റവും കൂടുതൽ കണ്ടത് നിങ്ങളെയാണ്. എന്റെ സംസാരം കേൾക്കുന്ന ഉമ്മമാരും സഹോദരിമാരും ശരിക്കും ശ്രദ്ധിക്കണം. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാരണം പറഞ്ഞു കൊടുക്കാൻ, സ്ത്രീകൾ നരകത്തിൽ അകപ്പെടാനുള്ള കാരണം എന്താ? ഒന്ന്, അവര് ശാപം വർദ്ധിപ്പിച്ചു. രണ്ടാമത് പറഞ്ഞത് എന്തെന്നറിയോ? ഭർത്താക്കന്മാരെ ധിക്കരിച്ചതിന്റെ പേരിലാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയത് ഈദിന്റെ സുദിനത്തിലാ. എന്നിട്ട് ആ വാചകം ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. ഒരു സ്ത്രീ പറയും ഭർത്താവിനോട്, നിങ്ങളുടെ കൂടെ കൂടിയിട്ട് എനിക്കൊരു നന്മയും കിട്ടിയിട്ടില്ല. നിങ്ങളുടെ കൂടെ കൂടി അന്ന് തുടങ്ങിയതാണ് എന്റെ കഷ്ടകാലം എന്നൊരു സ്ത്രീ പറഞ്ഞ കാരണത്താലാണ് അവള് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ നരകത്തിലായതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പോൾ ഈ സംസാരം കേൾക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ കുടുംബ ജീവിതത്തിലേക്കാണ്. അതേപോലെ തന്നെ ഇന്ന് പെരുന്നാളാണ്, സന്തോഷിക്കാനുള്ള ദിവസമാണ്. പരിധി വിട്ടുകൂടാ. ഈദ് നൈറ്റുകളും ഈദ് നിശകളും ഉണ്ടാക്കി, DJ പാർട്ടികൾ ഉണ്ടാക്കി ആഘോഷം പങ്കിടൽ ഇസ്ലാമിന്റെ ഭാഗമല്ല എന്ന് മനസ്സിലാക്കുക. ഇന്ന് കുടുംബബന്ധം ചേർക്കേണ്ടുന്ന ദിവസമാണ്. ഒരു ദിവസത്തിന് മാത്രമല്ല കുടുംബബന്ധം ചേർക്കേണ്ടത്. പക്ഷേ പെരുന്നാളിന്റെ ദിവസങ്ങളിൽ അതിന് ഒരു അവസരം ബോധപൂർവം നമ്മൾ ഉണ്ടാക്കണം. പിണങ്ങി നിൽക്കുന്ന ആളുകളുണ്ട്. ഈ സംസാരം കേൾക്കുന്നവരിൽ പരസ്പരം പിണങ്ങി നിൽക്കുന്ന എന്താ കാരണം? ഒരു 2000 രൂപന്റെ ബിസിനസ്സിലെ പ്രശ്നം, 2 അടി വഴിത്തർക്കം, എന്തോ ഒരു വാക്ക് മക്കൾ പറഞ്ഞതിന്റെ പേരിൽ. എന്തൊക്കെയാണെങ്കിലും ഉമ്മയോട് പിണങ്ങി നിൽക്കുന്നവർ, മക്കളോട് പിണങ്ങി നിൽക്കുന്നവർ, ഒരേ ഉദരത്തിൽ പിറന്നു വീണ സഹോദരങ്ങൾ പിണങ്ങി നിൽക്കുന്നു. ഇന്ന് ആ പിണക്കങ്ങളെ ഇണക്കമാക്കി മാറ്റാൻ കഴിയണം. വാഹനമെടുത്ത് പിണങ്ങി നിൽക്കുന്നവരുടെ വീട്ടിൽ ചെന്ന് കോളിംഗ് ബെല്ലടിച്ച് സലാം പറഞ്ഞു കയറാൻ ഈ പെരുന്നാളിന്റെ ദിവസം നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ നോമ്പുകൾ പടച്ച റബ്ബിന് വേണ്ട, നമ്മുടെ നമസ്കാരങ്ങൾ റബ്ബിന് വേണ്ട, നമ്മുടെ നന്മകൾ വേണ്ട. പിണക്കമില്ലാത്ത ജീവിതമാണ് പ്രിയപ്പെട്ടവരെ നമുക്കിടയിൽ ഉണ്ടാവേണ്ടത്. നമ്മുടെ മക്കൾ ക്യാമ്പസിലേക്ക് പോകാൻ ഒരു അഡ്മിഷന്റെ സമയമാണ്. നമ്മൾ ഏത് വഴി തെരഞ്ഞെടുത്തു എന്നാലോചിക്കുക. ഏത് വഴി തെരഞ്ഞെടുത്താലും ശരി, ദീൻ മക്കൾക്കുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ചിലപ്പോൾ പഠിക്കുന്നത് ദീനീപരമായ വിഷയമായിക്കൊള്ളണമെന്നില്ല. എന്നാലും നാടുകളിൽ സംവിധാനങ്ങളുണ്ട്, QHLS ക്ലാസ്സുകളുണ്ട്, CRE ക്ലാസ്സുകളുണ്ട്. അവിടേക്ക് എന്റെ മകൻ എന്നോടൊപ്പം എന്റെ കൂടെ വരുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ലഹരി നമ്മെ കാർന്ന് തിന്നുകൊണ്ടിരിക്കാൻ, ചെറിയ കുട്ടികളിൽ വരെ ലഹരി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ലഹരിയുടെ കാരണത്താൽ 23 വയസ്സുകാരനായ ഒരു പയ്യൻ ഒന്ന് തള്ളിയത് കുടുംബത്തിലെ 5 പേരെയാണ്.
അതിൽ 3 വയസ്സായ അനിയനുണ്ട്, പ്രായം ചെന്ന വല്ലുമ്മയുണ്ട്. അവസാനം അവരും ആത്മഹത്യക്ക് ശ്രമിക്കുന്ന വാർത്തകൾ കേട്ടത് നമ്മുടെ നാട്ടിലാണ്. ലഹരി നമ്മുടെ വീടിന്റെ അകത്തേക്ക്, നമ്മുടെ മക്കളിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ആ വിഷയത്തെ കുറിച്ച് ഗൗരവത്തോടു കൂടി ചിന്തിക്കാൻ, വേണ്ട രൂപത്തിൽ നടപടികൾ എടുക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സമൂഹത്തിലെ എന്ത് തെറ്റ് വന്നാലും, എന്തൊക്കെ തിന്മകൾ വരുമ്പോഴും അതിലെല്ലാം മുസ്ലിം നാമധാരികൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ഏത് മുസ്ലിം? ഒരു മാസക്കാലം നോമ്പെടുക്കുന്ന മുസ്ലിം, ദുൽഹിജ്ജ മാസത്തിൽ ആദ്യത്തെ 9 ദിവസം നന്മകൾ വർദ്ധിപ്പിക്കുന്ന മുസ്ലിം, തിങ്കളാഴ്ച നോമ്പെടുക്കാൻ കൽപ്പിക്കപ്പെട്ട മുസ്ലിം, വ്യാഴാഴ്ച നോമ്പെടുക്കുന്ന മുസ്ലിം, ഓരോ മാസത്തിലെ 13, 14, 15 തീയതികളിൽ നോമ്പെടുക്കുന്ന മുസ്ലിം, 5 നേരം സുജൂദ് ചെയ്യുന്നവൻ, സ്വതക്ക കൊടുക്കുന്നവൻ, സകാത്ത് കൊടുക്കുന്നവൻ, അവരുടെ പേരുകളാണ് നാട്ടിലെ തിന്മകളിൽ എല്ലാ നിലക്കും ഉയർന്നു വരുന്നത് എങ്കിൽ എവിടെ പോയി കൂട്ടരെ നമ്മുടെ നോമ്പിന്റെ ഇസ്സത്ത്? എവിടെ പോയി ഈ മുസ്ലിം ഉമ്മത്തിന്റെ ഇസ്സത്ത് എന്ന് ആത്മാർത്ഥമായി ചോദിക്കേണ്ടുന്ന സമയമാണ്. നാട് മുഴുവൻ, ലോകം മുഴുവൻ, നമ്മുടെ രാജ്യമാകട്ടെ മുസ്ലിങ്ങൾക്കെതിരെ, ഇസ്ലാമിനെതിരെ തിരിയുന്ന സമയത്ത് യഥാർത്ഥ മുസ്ലിമുകളായി ജീവിച്ചു കാണിച്ചു കൊടുത്താൽ, ഇബ്രാഹിമി മില്ലത്ത് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിന് പരിഹാരമുണ്ട് എന്നാണ്. ഇബ്രാഹിമി കുടുംബമാണ് നമ്മുടെ കുടുംബത്തിന്റെ മാതൃകയാവേണ്ടത്. അത് നമ്മുടെ കുടുംബത്തിലേക്ക് ചേർത്ത് നിർത്തുക എന്നതാണ് ഓരോ ബലിപെരുന്നാളും നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിമി കുടുംബത്തെ മാതൃകയാക്കി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ അനുസരിച്ച് ഖുർആനിനെ അടിസ്ഥാനമാക്കി ജീവിതത്തെ ചിട്ടപ്പെടുത്താനുള്ള തൗഫീഖ് നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ.